അതെ, അപ്പൊ ആ 10 മണിക്കൂർ തീർച്ചയായിട്ടും നമ്മൾ റാഫേൽ പിതാവിലെത്തും. എവിടെ തുടങ്ങി? തോമസ് ലീ തുടങ്ങി. പക്ഷെ എടുക്കുന്ന അപ്പം കണ്ടന്റ് പോയിന്റ്സ് എല്ലാം വരും, കുറയും. നിങ്ങൾക്ക് സംശയമുണ്ട്, അപ്പൊ എന്നോട് ചോദിച്ചോളാം. അപ്പൊ നമ്മൾ എടുക്കുന്ന ഈ ഭാരത സഭാചരിത്രത്തിന് 3 ഘട്ടങ്ങളാണ് ഡിവിഷൻ. 3 ഘട്ടങ്ങളായിട്ട് ചരിത്രം കൊണ്ടുപോകും. ഒന്ന്, പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിന് മുൻപുള്ള ചരിത്രം. എന്താണ് അത് വെച്ചാണ് വിഭജിക്കുന്നത്. പോർച്ചുഗീസ് കാലഘട്ടത്തിന് മുൻപ് ഉള്ളതാണ്. അത് 1 മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള സഭയുടെ ചരിത്രമാണ്. പ്രീ പോർച്ചുഗീസ് പീരീഡ് എന്ന് പറയും. ഇംഗ്ലീഷ് ആരെയുണ്ടെങ്കിൽ പ്രീ പോർച്ചുഗീസ് പീരീഡ്. അത് 1 മുതൽ 16-ാം നൂറ്റാണ്ട്, മലയാളത്തിൽ എന്ന് പറയും പോർച്ചുഗീസ് കാലഘട്ടത്തിന് മുൻപ് ഉള്ള സഭയുടെ ചരിത്രം. 2, പോർച്ചുഗീസ് കാലഘട്ടം വേണ്ടേ, ഇതിന്റെ ശേഷം പോർച്ചുഗീസ് കാലഘട്ടം 16 മുതൽ 19-ാം നൂറ്റാണ്ട്. 1 മുതൽ 16-ാം നൂറ്റാണ്ട്, ഫസ്റ്റ് 16th സെഞ്ചുറി. കാരണം അവര് വരുന്നത് 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ്. വാസ്കോ ഡ ഗാമ വരുന്ന 1498-ലാണ്. 1500 കൂട്ടാം. 1500 എന്ന് പറയുമ്പോൾ അത് 16-ാം നൂറ്റാണ്ട്. ഓക്കെ, നമുക്ക് അതിലേക്ക് നമ്മൾ വരും. അപ്പൊ നമുക്ക് ആദ്യം വളരെ ലളിതമായിട്ട് ഇത് കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഈ പ്രീ പോർച്ചുഗീസ് പീരീഡ് എടുക്കാൻ അതിനും തീരും കേട്ടോ. ഈ ഇന്നത്തെ ദിവസം തീരും. 1 മുതൽ 16 വരെയുള്ള നൂറ്റാണ്ട് ചരിത്രം ഇന്ന് തീരും. 16-ാം നൂറ്റാണ്ട് വരെ ഭാരതത്തിൽ ഒരേ ഒരു സഭയെ പിന്നെ ലത്തീൻ സഭയൊന്നും ഇവിടെ ഇല്ല. 16-ാം നൂറ്റാണ്ട് വരെ ഇല്ല. പിന്നെ സ്ഥാപിതമായിട്ട് വരുന്ന പിന്നീടാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ലത്തീൻകാരുടെ ബുദ്ധിമുട്ടൊന്നും വരില്ല. പക്ഷെ നമ്മൾ സ്ഥാപിതമായിട്ട് ശരിക്കും വരുന്നത് 16-ാം നൂറ്റാണ്ടിന് ശേഷം ലത്തീൻ സഭ. പക്ഷെ 16-ാം നൂറ്റാണ്ട് ഭാരതത്തിൽ ഒരേ ഒരു സഭയെ ഉള്ളൂ. ആ സഭയുടെ പേരെന്താ? അങ്ങനെ ഒരു സഭ ഇപ്പൊ ഇല്ല. അതിങ്ങനെ പലതായിട്ട് വിഭജിച്ചു പോയി. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ സഭയുടെ പേരെന്തായിരുന്നു 16-ാം നൂറ്റാണ്ട്? ക്രിസ്ത്യൻ സഭ എന്നാണ്. ആണോ? ഭാരതത്തിലെ സഭ നമ്മുടെയൊക്കെ പൂർവ്വികർ എങ്ങനെ അറിയപ്പെട്ടിരുന്നു? നമ്മുടെ പൂർവ്വികർ എങ്ങനെ അറിയപ്പെട്ടു? അത് പറയും. മാർത്തോമ നസ്രാണി സഭ. ആളുകൾ അറിയപ്പെടുന്നത് മാർത്തോമ നസ്രാണികൾ പറയേ. നസ്രാണി മാപ്പിളമാർന്നും പറയും. മാപ്പിളെന്ന് പറഞ്ഞാൽ മാപ്പിള എന്ന് പറഞ്ഞാൽ നസ്രാണിയായി. എൻ്റെ അച്ഛനെ ജോർജ് മാപ്പിളെന്ന്. മാപ്പിള മുസ്ലിംസ് അല്ല, നമുക്കുള്ള പേരാ. മഹാപിള്ള എന്നാണ്, തമിഴാണ്. നോബിൾസ് കുലീനത്തോടുള്ള അർത്ഥമാണ്. അപ്പം മാപ്പിള എന്ന് പറഞ്ഞാൽ പണ്ട് നസ്രാണികൾക്ക് പറഞ്ഞുകൊണ്ടിരുന്നതാണേ. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന മാപ്പിള എന്ന് നമ്മൾ പറഞ്ഞാൽ മുസ്ലിം ആയിരിക്കും. ഞാൻ പറഞ്ഞു മാപ്പിള നമുക്കുള്ള പേരായിരുന്നു. മാപ്പിള എന്ന് പറഞ്ഞാൽ മഹാപിള്ള എന്നാണ് അർത്ഥം, തമിഴാണ്. മഹാപിള്ള എന്ന് പറഞ്ഞാൽ നോബിൾസ്, കുലീനത്തോടുള്ളവർ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ പറയാം. നസ്രാണികൾക്ക് ആ പേര് വരാനുള്ള കാരണം പറയാം കേട്ടോ. അപ്പോൾ എന്താണ് ചർച്ച? എന്താണ്? മാർത്തോമ നസ്രാണി സഭ. ഓക്കെ, മാർത്തോമ നസ്രാണികൾ എന്നാണ് ആളുകൾ അറിയുന്നത്. നസ്രാണി എന്ന് പറയും. നസ്രാണി ഇപ്പോഴും അത് പറയാറുണ്ടല്ലോ, നസ്രാണിയാണെന്നൊക്കെ അല്ലേ. പഴയ ആളുകൾ അങ്ങനെ പറയും, നസ്രാണി എന്നൊക്കെ പറയും. അതൊക്കെ ഇപ്പം അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ ലോകത്തിൽ ഒത്തിരി സഭകളുണ്ട്. ഇപ്പൊ കാത്തലിക് ചർച്ച് എത്രയാണെന്ന് പറയാം. അഥവാ മാർപ്പാപ്പയെ അനുഗമിക്കുന്ന 120 കോടി പേരുകളാണുള്ളത് ഏകദേശം. അവർ എത്ര സഭകളുണ്ടെന്ന് പറയാം? എനിക്കൊരു അല്പം അറിയാവുന്ന നോക്കട്ടെ. 24 സഭ. അതിൽ 23 ഏത് സഭയാണ്? അല്ല, ഒരെണ്ണമാണ് ലത്തീൻ സഭ. 23 പൗരസ്ത്യ സഭകളാണ്. 1 ലത്തീൻ സഭ. ബാക്കി 23 പൗരസ്ത്യ സഭകളാണ്. പൗരസ്ത്യം പാശ്ചാത്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, അതിലേക്ക് നമുക്ക് ഒത്തിരി പോകാൻ പറ്റത്തില്ല. അപ്പം ഈ 23 സഭകള് 24 സഭകൾ ലത്തീൻ ഉൾപ്പെടെ മാർപ്പാപ്പയെ അനുസരിക്കും. പക്ഷെ മാർപ്പാപ്പയെ അനുസരിക്കാത്ത അഥവാ മാർപ്പാപ്പയ്ക്ക് വിധേയപ്പെടാത്ത സഭകളും ഉണ്ട്. അങ്ങനെ എല്ലാ ഇതോടെ കൂടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതമായി ഏത് മതം മാറുന്നത്? ക്രിസ്തു. ലോകത്തിലെ ഏറ്റവും വലിയ മതമാണ്. ആദ്യത്തെ അല്ല, ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള മതം ക്രിസ്തു മതമാണ്. 33.3% ലോക ജനസംഖ്യ ക്രിസ്ത്യാനികളാണ്. അപ്പൊ ഏറ്റവും വലിയ മതം ഏതാണ്? ആദ്യത്തെ അല്ല കേട്ടോ. പഴക്കം വെച്ച് 9ാം സ്ഥാനമൊക്കെ വരുള്ളൂ. പഴക്കം ഇപ്പൊ 2026 വർഷമല്ലേ പഴക്കം അല്ലേ? അങ്ങനെയല്ലേ പഴക്കം? നിങ്ങൾക്കത് അറിയാൻ ഞാൻ വിചാരിക്കുന്നു. ഒരു സംഭവം ചോദിച്ചേക്കാം. അതായത് ഇപ്പൊ സ്വീകാക്കാരൊക്കെയാണ്. ഈശോ ഒരു യഹൂദനായിരുന്നില്ലേ? അല്ലേ? മാതാവ് യഹൂദ വംശം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈശോ ഒരു മതം സ്ഥാപിക്കാൻ വന്ന ആളാണോ? ചിന്തിക്കാവോ? ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിയമത്തെയോ പ്രവാചകരെയോ. ഈ നിയമവും പ്രവാചകരും എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 2 വായന വരുന്ന എവിടുന്ന? സാധാരണ ഗതി ഞായറാഴ്ച ഒരു വായന നിയമത്തിൽ നിന്നും. അത് പഴയ നിയമം മുഴുവനും അതിൻ്റെ അർത്ഥം.
അല്ലെങ്കിൽ യഹൂദ ജനതയെ ഹീബ്രൂസിനെ സൂചിപ്പിക്കാനും വേണ്ടി ഉപയോഗിക്കാം. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഇ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.